വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കോന്നി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടുത്തെ വനംവകുപ്പിന്റെ നേതൃത്വം നടത്തപ്പെടുന്ന എക്കോ ടൂറിസം ഒന്ന് കയറി കാണണം. അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കോന്നിയില് പണ്ട് ഒത്തിരിയേറെ ആനകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ എത്തിച്ചേർന്ന ചെറിയ ഓർമ്മകൾ മാത്രമാണ് എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അത് വീണ്ടും ഒന്ന് ഉറപ്പിക്കണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ ഒരു എലിഫന്റ് മ്യൂസിയം ഉണ്ട്. അവിടെ ആനയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെ കുറിച്ചുള്ള നല്ല ഒരു വിവരണം ഈ ഒരു മ്യൂസിയം നമുക്ക് നൽകുന്നുണ്ട്. അതൊക്കെയായിരുന്നു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഏതായാലും ഒരു ഗ്ലാസ് കാപ്പ് കുടിച്ചിട്ടാവാം മുന്നോട്ടുള്ള മ്യൂസിയം കാണുന്നത് എന്നുള്ള ചിന്തയോടുകൂടി എന്റെ സന്തത സഹചാരികളായ കൈക്കാരന്മാരെ കൂട്ടിക്കൊണ്ട് ഈ ഒരു കോഫി ഷോപ്പിൽ ഞങ്ങൾ എത്തിച്ചേരുകയായിരുന്നു. ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചതിന് ശേഷം ഈ ഒരു എലിഫന്റ് മ്യൂസിയം കാണുവാൻ വേണ്ടി ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. എന്റെ കൈക്കാരന്മാരെയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരൊരു ഫോട്ടോ സെക്ഷൻ ഒക്കെ നടത്തിയതിന് ശേഷമാണ് മ്യൂസിയത്തിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. മ്യൂസിയത്തിനുള്ളിൽ ഞങ്ങളെ ഒത്തിരിയേറെ നല്ല നല്ല കാഴ്ചകളാണ്, പ്രധാനമായിട്ടും ആനയുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ കാഴ്ചകളാണ്. ചുവർ ചിത്രങ്ങൾ മുതൽ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു മ്യൂസിയത്തിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു മ്യൂസിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്.
മ്യൂസിയത്തിലെ കാഴ്ചകളെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ആനകളെ കുളിപ്പിക്കുന്ന ഒരു രംഗം ഞങ്ങൾ എന്റെ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ആനയുടെയും കൃത്യമായിട്ടുള്ള പേര്, വയസ്സ്, ഇത് ഏത് സ്ഥലത്ത് നിന്ന് എത്തിച്ചേർന്നു എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ട് വിവരണങ്ങൾ അടങ്ങിയ ഓരോ സ്ഥലത്തും ഓരോ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏത് തരത്തിൽപ്പെട്ട ആനയാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും എത്ര പ്രായമുണ്ടെന്നും അതിന്റെ പേര് എന്താണെന്നും ഒക്കെയുള്ള കൃത്യമായിട്ടുള്ള വിവരണം ഓരോ സ്ഥലത്തും ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ലഭ്യമാവുകയാണ്. ഞങ്ങൾ ചെന്ന അവസരത്തിൽ മതപ്പാടുള്ള ഒരു ആനയും അവിടെ ഉണ്ടെന്നും അധികം അടുത്തേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശവും ഞങ്ങൾക്ക് ലഭ്യമായിരുന്നു. അതനുസരിച്ച് നല്ല ദൂരത്തായിട്ടാണ് ഈ ഒരു വീഡിയോ ചിത്രീകരണം പോലും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറെ വർഷങ്ങൾക്ക് ശേഷം ബൈക്ക് റൈഡിങ്ങിന്റെ ഭാഗമായിട്ട് കോന്നി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് എത്തിച്ചേരുവാനായിട്ടും ഈ ഒരു ആനക്കൊട്ടിൽ കാണുവാനും ഒക്കെ സാധിച്ചത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. യാദൃശികമായിട്ടാണെങ്കിൽ പോലും ഏറെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ യാദൃശികമായ സന്ദർശനം നല്ല ഒരു അനുഭവമാണ് എനിക്കും കൂടെയുള്ള എന്റെ പ്രിയപ്പെട്ട കൈക്കാരന്മാർക്കും പ്രദാനം ചെയ്തത് എന്നുള്ള കാര്യം അവരിൽ നിന്നും ഞാൻ മനസ്സിലാക്കുക.